മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈജയന്തി ആശ്രമത്തിൽ നിന്നും കടപ്പാട്ടൂരിലെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. ആ വിവരം ബബിത എല്ലാവരെയും വിളിച്ച് അറിയിക്കുന്നു. വൈജയന്തി കൊല്ലപ്പള്ളിയിലേക്ക് പോയപ്പോൾ ശിവശങ്കരന് വൈജയന്തിയെ നോക്കാനുള്ള ധൈര്യമില്ലാതെ ഒളിച്ചിരിക്കുന്നു. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ശിവശങ്കരൻ അസ്വസ്ഥനായി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. 25 വർഷം മുൻപ് നിങ്ങൾ എന്തിന് എന്നോട് ഇങ്ങനെയൊരു ചതി ചെയ്തു എന്ന് അവൾ ചോദിച്ചാൽ മറുപടി പറയേണ്ടി വരും. സ്റ്റാലിനിയുടെ വിവാഹം നിശ്ചയിച്ചു എന്ന് കള്ളം പറഞ്ഞ് എന്തിനൊരു തട്ടിപ്പ് നടത്തി. ഞാൻ പ്രസവിച്ച കുഞ്ഞു മരിച്ചുപോയി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇത്രയും കാലം എന്തിന് എന്നോട് ഇത്രയും ക്രൂരത കാട്ടി? ഇനിയുമുണ്ട് ചോദ്യങ്ങൾ. അവ എണ്ണമറ്റതാണ്. ശിവശങ്കരന്റെ നെറ്റി വീർത്തു. കമല ഊണുമുറിയിൽ നിൽക്കുകയായിരുന്നു. അമ്മയുടെ മുറിയിൽ നിന്ന് വൈജയന്തി അങ്ങോട്ടേക്കാണ് വന്നത്. നിനക്ക് ചായ വേണ്ടേ ജയന്തി? ഞാൻ എടുത്തിട്ടുണ്ട്. കമല കിച്ചണിലേക്ക് കയറി. വൈജയന്തി പിറകെ ചെന്ന് അവിടെ കിടന്ന ഒരു സ്റ്റൂളിന്മേലിരുന്നു. കമല എടുത്തു വച്ചിരുന്ന ചായ കപ്പിലൊഴിച്ച് വൈജയന്തിക്ക് കൊടുത്തു. വൈജയന്തി നന്ദി പറഞ്ഞ് അത് വാങ്ങിക്കുടിച്ചു. കമലയ്ക്ക് അത്ഭുതമായിരുന്നു. എപ്പോൾ കൊല്ലപ്പള്ളിക്ക് വന്നാലും വൈജയന്തി അടുക്കളയിൽ കയറി തപ്പിത്തിരഞ്ഞു നടക്കും. സകല ടിന്നുകളും തുറന്നു നോക്കും. ഫ്രിഡ്ജും കൂടി തുറന്നു നോക്കിയേ അടങ്ങൂ. അത് അവളുടെ അവകാശമെന്ന മട്ടിലായിരുന്നു. ഒരിക്കൽ കമല അനിഷ്ടം പ്രകടിപ്പിച്ചപ്പോൾ മുഖത്തടിച്ച പോലെ വൈജയന്തി പറഞ്ഞു, എന്റെ തറവാട ഇത്. ഭാഗം വാങ്ങി പിരിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഈ തറവാടിന്റെ ഓരോ മുക്കും മൂലയും എനിക്ക് കൂടി അവകാശപ്പെട്ടതാ. കമലയെടുത്തിയ പോലെ ഒരു ദിവസം വന്നു കയറിയവളല്ല ഞാൻ. ഈ തറവാട്ടിൽ ജനിച്ചു വളർന്നവളാ. വൈജയന്തി ചായ കുടിച്ചുകൊണ്ടിരിക്കെ ശിവശങ്കരൻ അങ്ങോട്ട് വന്നു. വൈജയന്തി എഴുന്നേറ്റു. നീ വന്നൂന്ന് കമല പറഞ്ഞു. ഇപ്പൊ വന്നതേയുള്ളൂ ശിവേട്ട. അമ്മയെ കണ്ടു. വൈജയന്തിയുടെ ശബ്ദം കേട്ടപ്പോൾ ശിവശങ്കരന് സമാധാനമായി. അതിൽ കലഹധ്വനികളില്ല. നിനക്ക് സുഖമായിരുന്നല്ലോ അല്ലേ? ഞങ്ങൾ പലവട്ടം തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടായിരുന്നു നിന്നെ കാണാൻ. എനിക്കറിയാം ശിവേട്ട. കടപ്പാട്ടൂർ ചെന്നിട്ട് ശിവശങ്കരൻ അർദ്ധോക്തിയിൽ നിർത്തി. ഊണ് കഴിച്ചു. കിടന്ന് അല്പം മയങ്ങി. പിന്നെ ഇങ്ങോട്ട് പോന്നു. നീ ശ്രീകുമാറിന്റെ അടുത്തുനിന്ന് കാർ എടുത്തില്ലല്ലോ? അങ്ങോട്ട് പോകാൻ തോന്നിയില്ല. അവരെ ഞാൻ കുറെ ബുദ്ധിമുട്ടിച്ചിരുന്നു. ഇവിടെ വാടക വീട്ടിൽ നിന്റെ കുറെ സാധനങ്ങൾ ഇരിപ്പില്ലേ? അതൊക്കെ എടുത്തോ? ഇല്ല, എടുക്കണം. ചായ കുടിച്ച ശേഷം വൈജയന്തി ചായക്കപ്പ് ഗ്രാനൈറ്റ് സ്ലാബിന്മേൽ വച്ചു. കമല അവൾക്ക് വേണ്ടി പ്ലേറ്റിൽ എടുത്തു വെച്ച ഉപ്പേരിയും ശർക്കര വരട്ടിയും അങ്ങനെ തന്നെ ഇരിക്കുന്നു. നീ VRS എടുക്കുകയാണെന്നറിഞ്ഞു. ഇനി ജോലി വേണ്ടെന്നാണോ? ശിവശങ്കരൻ അവളുടെ മറുപടിക്കായി അല്പം കാത്തു. വൈജയ്, ഇനിയുമുണ്ട് 8 വർഷം. എന്നാലും ജീവിതം പിന്നെയും ബാക്കി കിടക്കും. ബുദ്ധിമോശം കാണിക്കരുത്. UGC സ്കെയിൽ അനുസരിച്ച് ഇപ്പൊ തന്നെ ഇല്ലേ 50,000-നടുത്ത് ശമ്പളം. സർവീസിൽ നിന്ന് പിരിയുമ്പോഴേക്കും അത് 1,00,000 കവിയും. അതിനും മറുപടിയില്ല. നിനക്ക് ജീവിക്കണ്ടേ ജയന്തി? ബാലചന്ദ്രന്റെ നിലപാട് അറിയില്ലല്ലോ. മക്കൾ ആരും ഒരിടത്തും എത്തിയിട്ടുമില്ല. ശിവശങ്കരൻ പറഞ്ഞു നിർത്തി. വൈജയന്തി എന്തോ ഓർത്തു നിന്നു. പിന്നെ ദീർഘമായി നിശ്വസിച്ചു. ഞാൻ പോയിക്കോട്ടെ. എല്ലാവരെയും ഒന്ന് കാണണമെന്ന് തോന്നി. വൈജയന്തി ഊണുമുറിയിലേക്ക് നീങ്ങി. ശിവശങ്കരൻ കുറ്റബോധത്തോടെ അവളെ പിഞ്ചെന്നു. ജയന്തി, അയാൾ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് ക്ഷമാപണ സ്വരത്തിൽ വിളിച്ചു. നിന്നെ ദ്രോഹിക്കണമെന്ന് വിചാരിച്ചല്ല അന്ന് ഞാനും അച്ഛനും ഗംഗേട്ടനും രാവുണ്ണിയമ്മാവനുമെല്ലാം ചേർന്ന്. സാരമില്ല ശിവേട്ട. എനിക്കാരോടും ഒരു വിരോധവുമില്ല. എന്റെ വിധി അങ്ങനെയായിപ്പോയി. എന്താ ചെയ്യുക? എല്ലാവരും എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ മാത്രം ആരെയും സ്നേഹിച്ചിട്ടില്ല. എല്ലാവരെയും വിഷമിപ്പിച്ചു. വൈജയന്തിയുടെ കണ്ടമിടറി. എന്റെ തെറ്റുകളൊക്കെ പൊറുക്കുക. അതേ പറയാനുള്ളൂ. എല്ലാവരോടും ക്ഷമ ചോദിക്കല്ലാതെ ഇനി എന്തു ചെയ്യും? കമലെടുത്തിയെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. ക്ഷമിച്ചേക്കണേ. അത് കേട്ടപ്പോൾ കമലയ്ക്ക് പോലും വല്ലായ്മ തോന്നി. വൈജയന്തി പോകാനിറങ്ങിയപ്പോൾ ശിവശങ്കരൻ അവളെ കടപ്പാട്ടൂരിൽ കൊണ്ടുവിടാൻ തയ്യാറായി. ഞാൻ പൊയ്ക്കോളാം ശിവേട്ട, വൈജയന്തി പറഞ്ഞു. കൊല്ലപ്പള്ളിയിൽ നിന്ന് മിനിറ്റുകൾ ഇടവിട്ട് പാലായ്ക്ക് ബസ്സുണ്ട്, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയുണ്ട്. വൈജയന്തി ടൗൺ വരെ ബസ്സിൽ പോയി. അതിനുശേഷം കടപ്പാട്ടൂരിലേക്ക് ഓട്ടോറിക്ഷയിലും. ഓട്ടോ ചെന്ന് നിന്നപ്പോൾ കൃഷ്ണജ സിറ്റൗട്ടിന്റെ തൂണും ചാരി നിൽക്കുന്നത് അവൾ കണ്ടു. അമ്മ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞ് അവൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ മുതൽ കാത്തു നിൽക്കുകയാണ്. വൈജയന്തി അവളുടെ അടുത്തേക്ക് ചെന്നു.
കൃഷ്ണജ മനസ്സിൽ പിണക്കമുള്ളതുപോലെ അമ്മയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. നീ എപ്പോഴാ വന്നത്? വൈജയന്തി മൃദുലമായ സ്വരത്തോടെ ചോദിച്ചു. കുറച്ചുനേരമായി. വാ. വൈജയന്തി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ആ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കൃഷ്ണയുടെ ഗർവെല്ലാം അലിഞ്ഞുപോയി. കൃഷ്ണയ്ക്ക് ആകെ തോന്നിയൊരു വിഷമം അമ്മ അവളുടെ പഠിപ്പിനെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ല എന്നത് മാത്രമായിരുന്നു. അമ്മ അധികം സംസാരിച്ചില്ല. എങ്കിലും അമ്മ മുൻപത്തേക്കാൾ വളരെയധികം സ്നേഹവതിയായി അവൾക്ക് അനുഭവപ്പെട്ടു. അമ്മ അവളെ നോക്കുമ്പോൾ കണ്ണുകളിൽ വാത്സല്യം ഓളം വെട്ടി. മുൻപത്തെ പോലെ അരിശവും അസഹിഷ്ണുതയും ആജ്ഞയുമെല്ലാം മുഖത്ത്. അമ്മ സ്പർശിക്കുമ്പോൾ അതിനൊരു ഇളം ചൂടും മൃദുത്വവും ഉണ്ടായിരുന്നു. അമ്മയുടെ ഈ ഭാവാന്തരം ബബിതയും സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മ ഊർജം പ്രസരിപ്പിക്കുന്നില്ല. പാദങ്ങളെ തഴുകി പിൻവാങ്ങുന്ന തിര പോലെയായി അമ്മ എന്ന് അവൾക്ക് തോന്നി. രാത്രി അച്ഛൻ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അവൾ ആശങ്കപ്പെട്ടു. അച്ഛന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അവൾക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല. അച്ഛൻ അമ്മയോട് ക്ഷമിക്കുമോ? അമ്മയ്ക്ക് അച്ഛനോടൊപ്പം ജീവിക്കാൻ താല്പര്യമുണ്ടോ? ഒന്നും ബബിതയ്ക്ക് അറിഞ്ഞുകൂടാ. ബാലചന്ദ്രൻ കടപൂട്ടി ഇറങ്ങിയപ്പോൾ 8:30 മണിയായി. 7:30 മണിക്ക് കടയടയ്ക്കുന്നതാണ്. സ്റ്റോക്ക് എടുത്ത് കണക്കുകൾ ടാലിയാക്കി ഇറങ്ങുമ്പോൾ 8:30യും 9:00ഉം ഒക്കെയാകും. മഹാറാണി ബാറിന്റെ മുൻപിൽ ചെന്നപ്പോൾ ബാലചന്ദ്രൻ ഇടത്തോട്ട് തിരിച്ച് കാർ ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് കയറ്റി. പക്ഷേ കാറുകളുടെ ബാഹുല്യ നിമിത്തം അവിടെ പാർക്കിംഗ് സ്ഥലം ശേഷിച്ചിരുന്നില്ല. അതിനിടയിൽ അയാളുടെ മൊബൈലിലേക്ക് അലീനയുടെ കോൾ വന്നു. അച്ഛൻ എവിടെയാ? കടപൂട്ടി ഇറങ്ങിയോ? ഇറങ്ങി. വീട്ടിലോട്ട് പോവാണോ? ആ അതെ. അച്ഛന് ടെൻഷൻ ഒന്നുമില്ലല്ലോ? എന്തിന്? ടെൻഷനുണ്ട്, എനിക്ക് മനസ്സിലായി. ശബ്ദത്തിൽ വൈബ്രേഷനും അതിന്റെ അർത്ഥങ്ങളും തിരിച്ചറിയുന്നവളാണ്. അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ചോദിച്ചത്? നേരെ വീട്ടിൽ പോണേ അച്ഛാ. ഇടയ്ക്ക് ബാറിലൊന്നും കേറല്ലേ. നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു. നിനക്കെന്താ സ്പൈ വർക്കുണ്ടോ? ബാറിൽ കേറിയോ അച്ഛൻ? ഇല്ല, പാർക്കിംഗ് കിട്ടിയില്ല. കുടിക്കല്ലേ അച്ഛാ പ്ലീസ്. ഇന്ന് അച്ഛന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണെന്ന് ഓർക്കണേ. ഇന്നെന്താ പ്രത്യേകത? അമ്മ തിരിച്ചു വന്നില്ലേ? എനിക്കത് അത്ര പ്രാധാന്യമുള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെന്തിനാ അച്ഛൻ കുടിക്കാൻ പോയത്? ഇന്നെനിക്ക് അങ്ങനെ തോന്നി. വേണ്ടച്ചാ പ്ലീസ്. ഞാൻ പിന്നെ വിളിക്കാം. ബാലചന്ദ്രൻ കോൾ കട്ട് ചെയ്തു. ഹോട്ടലിന്റെ പിൻഭാഗത്തെ റോഡിലേക്ക് കാർ ഇറക്കിയപ്പോഴേക്കും ഫോണിൽ മെസ്സേജ് വന്നു. അലീന അയച്ചതാണ്. അതെന്തായിരിക്കുമെന്ന് നോക്കാതെ തന്നെ അയാൾക്ക് അറിയാമായിരുന്നു. ബാലചന്ദ്രൻ ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തി. കൃഷ്ണജിയാണ് വാതിൽ തുറന്നത്. അവൾ അച്ഛനെ സൂക്ഷിച്ചു നോക്കി. അയാൾ കണ്ണുകൊണ്ട് എന്ത് എന്ന് ആംഗ്യഭാഷയിൽ ചോദിച്ചു. അവൾ അതേ മട്ടിൽ കണ്ണടച്ച് ഒന്നുമില്ലെന്ന് ഉത്തരം നൽകി. ബാലചന്ദ്രൻ ഇടം വലം നോക്കാതെ നേരെ ബെഡ്റൂമിലേക്ക് പോയി. വേഷം മാറി. വാട്ടർ ഹീറ്റർ ഓൺ ചെയ്ത് ഇളം ചൂടിൽ കുളിച്ചു. ഇനി ഊണുമേശയാണ് ഒരു കടമ്പ. ബബിത ആഹാരം എടുത്തു വെച്ചിട്ട് വന്ന് വിളിച്ചു. മനസ്സിനെ ബലപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് ബാലചന്ദ്രൻ ഊണുമേശയിലെത്തി. ഡൈനിങ് ടേബിളിൽ 3 പേർ മാത്രമേ കഴിക്കാനിരുന്നുള്ളൂ. ബാലചന്ദ്രനും ബബിതയും കൃഷ്ണജിയും. വൈജയന്തി എവിടെയെന്ന് ബാലചന്ദ്രൻ ചോദിച്ചില്ല. ബബിതയോ കൃഷ്ണയോ പറഞ്ഞുമില്ല. കിച്ചണിൽ ആരുടെയോ സാന്നിധ്യമുണ്ടെന്ന് ബാലചന്ദ്രന് തോന്നി. വൈജയന്തി വന്നിട്ടുണ്ടെന്ന് ബബിത അപ്പോൾ തന്നെ ഫോൺ ചെയ്ത് അറിയിച്ചിരുന്നതിനാൽ പ്രത്യേകിച്ച് ഒരു പരാമർശം വേണ്ടി വന്നില്ല. സാധാരണ അവിടുത്തെ ഊണുമേശയിൽ ഉണ്ടാകാറുള്ള സാമാന്യ സംഭാഷണങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. ബാലചന്ദ്രൻ ഭക്ഷണം കഴിച്ചെഴുന്നേറ്റ് കൈ കഴുകി തന്റെ മുറിയിലേക്ക് പോന്നു. വൈജയന്തി കിച്ചണിൽ നിന്നുകൊണ്ടാണ് ഊണ് കഴിച്ചത്. ബബിതയും കൃഷ്ണയും വളരെ നിർബന്ധിച്ചിട്ടും വൈജയന്തി ഊണുമുറിയിലേക്ക് വരികയുണ്ടായില്ല. ബാലചന്ദ്രൻ കഴിക്കാൻ എത്തുന്നതിന് മുൻപേ തനിക്കുള്ള ഭക്ഷണം വിളമ്പിയെടുത്ത് സ്ലാബിന്മേൽ വച്ചിരുന്നു വൈജയന്തി. കിടക്കാൻ നേരം വൈജയന്തി ബബിതയുടെ റൂമിലേക്ക് പോയി. അവിടെയാണ് ഇപ്പോൾ കൃഷ്ണയും കിടക്കുന്നത്. കുട്ടികളെ 2 പേരെയും വൈജയന്തി തന്റെ ഇരുവശത്തുമായി കിടത്തി. കൃഷ്ണയുടെ നേർക്ക് തിരിഞ്ഞ് അവളുടെ ശിരസ് കൈത്തണ്ടയിൽ എടുത്തു വെച്ച് മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വൈജയന്തി കിടന്നു. വല്ലപ്പോഴും അവളുടെ പുരികത്തിനു മീതെയും ചെന്നിയിലും വാത്സല്യത്തോടെ വിരലോടിച്ചു. അമ്മയോട് വെറുപ്പൊന്നുമില്ലല്ലോ മോൾക്ക്? വൈജയന്തി തീരെ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ഇല്ല. കൃഷ്ണയ്ക്ക് കരച്ചിൽ വന്നു. ഇത്തരത്തിലൊരു സ്നേഹമൊന്നും ഒരിക്കലും അവൾക്ക് അമ്മയിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കൽപ്പനകളും വഴക്കും ശാസനകളും ശിക്ഷകളുമായിരുന്നു അമ്മ. മോൾക്ക് അച്ഛനോട് ദേഷ്യമുണ്ടോ? അച്ഛനോടുമില്ല. വൈജയന്തി അവളുടെ ചുമലിൽ താളം പിടിച്ച് ഉറക്കി. ബബിതയോട് പ്രത്യേകിച്ചൊന്നും ചോദിക്കേണ്ടതില്ലെന്ന് വൈജയന്തിക്ക് അറിയാമായിരുന്നു. എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞ ശേഷവും
അവൾ തന്നോട് കാണിച്ച അലിവും കരുണയും വാത്സല്യവും എത്രയധികമായിരുന്നുവെന്ന് വൈജയന്തി ഓർക്കുന്നുണ്ട്. വാതിലടച്ചപ്പോൾ ബോട്ടിടണോ വേണ്ടയോ എന്ന സംശയം ബാലചന്ദ്രന്റെ മനസ്സിലൊരു വടംവലിയായി രൂപപ്പെട്ടു. ബോട്ടിടാതെയാണ് ഇത്രയും ദിവസം കിടന്നത്. ബബിത രാത്രിയിൽ ഒരു തവണയെങ്കിലും വന്ന് നോക്കുമായിരുന്നു. അച്ഛൻ ഹൃദ്രോഗിയാണെന്ന പേടി അവളുടെ മനസ്സിലുണ്ട്. ഒരു വിഷമം വന്നാൽ എഴുന്നേറ്റ് വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് ശങ്കിച്ചാണ് ബോട്ടിടാതെ കിടക്കുന്നത്. ഇപ്പോൾ കതകിന് കുറ്റിയിട്ടാൽ അത് ശക്തമായൊരു സന്ദേശമായിരിക്കുമെന്ന് ബാലചന്ദ്രൻ വിചാരിച്ചു. ഈ വാതിൽ എന്നേക്കുമായി അടച്ചതാണ്. ഇവിടേക്ക് പ്രവേശനമില്ല. ഇതാണ് സന്ദേശം. ഇപ്പോഴത്തെ മാനസികാവസ്ഥ അതാണ് ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. തന്റെ മുന്നിൽ വന്നില്ലെങ്കിലും വൈജയന്തി ഈ വീട്ടിലുണ്ട് എന്നതൊരു പരിഹാരമില്ലാത്ത പ്രശ്നമായി അയാൾക്ക് അനുഭവപ്പെട്ടു. സ്വമേധയാ ഇറങ്ങിപ്പോയവൾ തിരിച്ചു വന്നത് എന്തിനാണ്? കുട്ടികളെ നോക്കാൻ വേണ്ടിയാണോ? അവകാശം പുനഃസ്ഥാപിക്കാനാണോ? ഒരനുരഞ്ജനത്തിന് ശ്രമിക്കാൻ വേണ്ടിയാണോ? ഒന്നും തീർച്ചപ്പെടുത്താൻ കഴിയുന്നില്ല. സന്ദേഹങ്ങളോട് പൊരുതിക്കൊണ്ട് അയാൾ 11:30 മണിവരെ കഴിച്ചുകൂട്ടി. ഒടുവിൽ വാതിൽ ബോട്ടിടുന്നത് ഭീരുത്വമാണെന്ന് സ്വയം കണ്ടെത്തി. അത് ഉപേക്ഷിച്ചു. വാതിൽ ചാരിയിട്ട് ലൈറ്റണച്ച് കിടന്നു. ഇളം നീല വെട്ടം പകർന്ന് ഫാൻസി ബൾബ് മാത്രം മങ്ങി പ്രകാശിച്ചുകൊണ്ടിരുന്നു. ബാലചന്ദ്രൻ ഒരു സ്വപ്നം കാണുകയായിരുന്നു. താനൊരു സർക്കസ് അഭ്യാസിയാണ്. 2 കെട്ടിടങ്ങൾക്കിടയിൽ വലിച്ചു കെട്ടിയ കമ്പിയിലൂടെ നടക്കുകയാണ്. കെട്ടിടം അകന്നകന്നു പോയിക്കൊണ്ടിരുന്നു. കമ്പി മതിലായി മാറി. മതിലിനിരുവശത്തും അഗ്നികുണ്ഡം ആളിക്കത്തി. തീച്ചുളയ്ക്ക് നടുവിലാണ് മതിൽ. ഓരോ അടി മുൻപോട്ട് വയ്ക്കുമ്പോഴും കാലുകൾ എരിഞ്ഞുകൊണ്ടിരുന്നു. മതിലിന്റെ നീളം അവസാനിച്ചു. നിലത്തേക്ക് കാൽ വച്ചതും ഒരരുവി ഒഴുകി വന്ന് പാദങ്ങളെ നനച്ചു. ബാലചന്ദ്രൻ കണ്ണു തുറന്നപ്പോഴും സ്വപ്നത്തിലെ അവസാന രംഗം ബോധമണ്ഡലവുമായി കൂടിക്കലർന്നു കിടന്നു. കാലിൽ ഇപ്പോഴും തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. കിടന്നുകൊണ്ട് തന്നെ അയാൾ കണ്ടു. ഇളം നീല വെളിച്ചത്തിൽ കട്ടിലിന്റെ കാൽക്കൽ തറയിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. തന്റെ പാദങ്ങളിലേക്ക് ശിരസണച്ച് കിടക്കുകയാണ്. മുടി പാദങ്ങൾക്ക് ചുറ്റും ചിന്നിപ്പരന്നു കിടക്കുന്നു. ഇത് സ്വപ്നത്തിന്റെ ഭാഗമാണെന്നും താൻ ഉണർന്നിട്ടില്ലെന്നും ആദ്യം അയാൾക്ക് തോന്നി. പാദം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ മനസ്സിലായി, ഇരു കൈത്തലങ്ങൾ കൊണ്ടും കെട്ടിയണച്ച് പിടിച്ചിട്ടുണ്ട്. അത് വൈജയന്തിയാണെന്ന തിരിച്ചറിവിൽ ബാലചന്ദ്രൻ സ്തബ്ധനായി ചലനമറ്റ പോലെ കിടന്നു. ചൂടുള്ള കണ്ണുനീർ തുള്ളികൾ പാദങ്ങളിലേക്ക് വീഴുന്നത് അയാൾ അറിയുന്നുണ്ടായിരുന്നു. കരയുന്നുണ്ടെങ്കിലും ശബ്ദമില്ല. കണ്ണുനീർ തുള്ളികൾ ഉടയുന്ന ശബ്ദം മാത്രം കേൾക്കാമെന്ന് തോന്നി. ബാലചന്ദ്രന്റെ മനസ്സിൽ വിവിധ വികാരങ്ങളുടെ വേലിയേറ്റമുണ്ടായി. ഈയൊരവസ്ഥയിൽ എന്തു ചെയ്യണമെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ശരീരത്തിന്റെ ചലനങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ഒന്നനങ്ങുന്നത് പോലും ഉറങ്ങുന്നവനെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നത് പോലെ പരിഹാസ്യവും ക്രൂരവുമാണ്. എത്ര സമയമായി കാണും ഇങ്ങനെ തന്റെ കാൽക്കൽ വന്ന് വീണ് കിടക്കുന്നു? അറിയില്ല. ഇപ്പോൾ രാത്രി എത്ര മണിയായി? അതും നിശ്ചയമില്ല. 22 വർഷം തന്നോട് കാട്ടിയ വഞ്ചന ഈ കണ്ണീരിൽ അലിഞ്ഞു പോകുമോ? ഇത്രകാലം തന്നോട് കാട്ടിക്കൊണ്ടിരുന്ന അനീതി മാഞ്ഞു പോകുമോ? എത്രമേൽ കഠിന ഹൃദയനാകാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെടുകയാണെന്ന് അയാൾക്ക് തോന്നി. കൈതയ്ക്കൽ മാളിക വീട്ടിലെ പെൺകുട്ടിക്ക് പ്രണയലേഖനം കൊടുത്തതിന് മാളിക വീടിന്റെ മുറ്റത്ത് വെച്ച് വൈജയന്തിയുടെ അച്ഛൻ കുഞ്ഞിരാമമേനോൻ അടിച്ച അടിയുടെ പാട് ഹൃദയത്തിൽ പതിഞ്ഞുകിടന്നത് ഒഴുകിവരുന്ന കണ്ണീരിൽ മാഞ്ഞു പോകുന്നു. ആദ്യ രാത്രിയിൽ മണിയറയിൽ വെച്ച് എനിക്ക് ഈ കല്യാണത്തിന് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് വൈജയന്തി കത്തിമുന കൊണ്ട് നെഞ്ചിൽ കോറിയിട്ട മുറിവ് കണ്ണീരിൽ മുറികൂടി ഉണങ്ങുന്നു. ഹൃദയത്തിൽ പതിഞ്ഞുകിടന്ന ഓരോരോ മുറിവുകൾ, ക്ഷതങ്ങൾ, പോറലുകൾ, പാടുകൾ എല്ലാം ഒന്നൊന്നായി ചുടുകണ്ണീരിൽ അലിഞ്ഞു തീരുന്നു. ഒടുവിൽ ബാലചന്ദ്രൻ തലയിണയിൽ കൈമുട്ടൂന്നി എഴുന്നേറ്റിരുന്നു. ജയന്തി! അയാൾ അവളുടെ ശിരസിൽ തൊട്ടു വിളിച്ചു. ഇപ്പോൾ മാത്രം കരച്ചിലിന് ശബ്ദമുണ്ടായി. അവൾ ഒന്നുകൂടി അയാളുടെ പാദങ്ങളിൽ മുറുകെ പിടിച്ചു. ഒന്നുകൂടി അമർത്തി അതിലേക്ക് മുഖം ചേർത്തു. ബാലചന്ദ്രൻ നിസ്സഹായനായ ഒരു കാഴ്ചക്കാരനായി അവളുടെ ശിരസിൽ കൈത്തലം അർപ്പിച്ച് അങ്ങനെ തന്നെ ഇരുന്നു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ വൈജയന്തിയോട് യാത്ര പറഞ്ഞ് കൃഷ്ണജ 8:30 മണിക്ക് സ്കൂളിലേക്ക് പോയി. ബാലചന്ദ്രൻ 8:45 കാറിൽ കയറി ഷോപ്പിലേക്ക് തിരിച്ചു. ബാലചന്ദ്രനും കൃഷ്ണയും ഒന്നിച്ചിരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. വൈജയന്തിയും ബബിതയും കഴിക്കുമ്പോൾ 9 മണിയായി. 10 മണിയോടെ വൈജയന്തി ബബിതയും കൂട്ടി പഴയ വാടക വീട്ടിൽ പോയി. അവിടുത്തെ ഇടപാടുകൾ തീർത്തു. എടുക്കാനുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് വീട്ടിലെത്തിച്ചു. അതിനുശേഷം വൈജയന്തി താൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കോളേജിൽ പോയി. ഉച്ചയോടെ തിരിച്ചെത്തി. ഒരു പഴയ ബാഗിൽ കുറച്ച് വസ്ത്രങ്ങൾ അടുക്കി.
സ്വർണ്ണാഭരണങ്ങളും വിലപിടിച്ച വസ്ത്രങ്ങളുമെല്ലാം ബബിതയെ ഏൽപ്പിച്ചു. അമ്മ യാത്രയ്ക്കൊരുങ്ങുകയാണെന്ന് ബബിതയ്ക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ബാലചന്ദ്രൻ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് ഊണ് കഴിക്കാൻ വരാൻ ഭാവിക്കുകയായിരുന്നു. അപ്പോഴാണ് ബബിതയുടെ ഫോണിൽ നിന്ന് കോൾ വന്നത്. അയാൾ അറ്റൻഡ് ചെയ്തു. മറുവശത്ത് വൈജയന്തിയുടെ ശബ്ദം കേട്ടു. ബാലേട്ടാ. ബാലചന്ദ്രൻ ഒരു നിമിഷം വീർപ്പടക്കി. യാത്ര ചോദിക്കാൻ വിളിച്ചതാ. ഞാൻ പൊയ്ക്കോട്ടെ? കയ്യിലെടുത്ത് പിടിച്ചിരുന്ന സ്വിച്ച് കീ ബാലചന്ദ്രൻ മേശപ്പുറത്തേക്ക് ഇട്ടു. കസേരയിലേക്ക് വീണ്ടും ഇരുന്നു. സ്നേഹനികേതനത്തിന്റെ പിന്നാമ്പുറത്ത് ചെത്തിയൊരുക്കിയ തൊടിയിൽ ചെറിയ തൂണുകൾ നാട്ടി തലങ്ങും വിലങ്ങും കെട്ടിയ അഴകളിൽ ഉണങ്ങാനിട്ട വസ്ത്രങ്ങൾ പെറുക്കി മടക്കുകയായിരുന്നു രേവതിക്കുട്ടി. അലീന സാധനങ്ങൾ വാങ്ങാനായി മാർക്കറ്റിൽ പോകാനിരിക്കുകയാണ്. ഇന്ന് കുളത്തൂപ്പുഴയിൽ നിന്ന് സ്റ്റാൻലി വന്നിട്ടുണ്ട്. അല്ലെങ്കിലും അലീന മാർക്കറ്റിൽ പോകാനിരുന്ന ദിവസമായിരുന്നു. അവൾ പോകാനിറങ്ങിയപ്പോൾ സ്റ്റാൻലി അവളെ കൊണ്ടുപോകാമെന്നേറ്റു. അതിനാൽ രേവതിക്കുട്ടി ഒഴിവായി. അല്ലെങ്കിൽ രേവതിക്കുട്ടിയും അലീനയും കൂടിയാണ് പോകേണ്ടിയിരുന്നത്. സ്റ്റാൻലി കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചപ്പോൾ അലീന സന്തോഷത്തോടെ പറഞ്ഞു, നന്നായി. ഇവിടുത്തെ വണ്ടിക്ക് ഡീസൽ അടിക്കാൻ വേണ്ട. വാങ്ങുന്ന സാധനങ്ങളുടെ പൈസ പപ്പ കൊടുക്കുകയും ചെയ്യും. ഞാനോ? എൻ്റെ കയ്യിൽ 10-500 കാണും. അത് തിരിച്ചു പോകുമ്പോൾ പെട്രോൾ അടിക്കാനേ ഉള്ളൂ. വല്ലതും വാങ്ങണമെങ്കിൽ പൈസ എടുത്തോണം. എൻ്റെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാം. അത്രയേ ഞാൻ ഏറ്റിട്ടുള്ളൂ. സ്റ്റാൻലി ഗൗരവത്തിൽ പറഞ്ഞത് കേട്ട് രേവതിക്കുട്ടിയെ കണ്ണടച്ച് കാണിച്ചു അലീന. രേവതിക്കുട്ടിക്കും അറിയാം അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഷോപ്പിംഗ് കഴിയുമ്പോൾ ലഫ്റ്റനന്റ് കേണൽ മകൾക്ക് വേണ്ടി കീശ കാലിയാക്കുമെന്ന്. ആകാശത്ത് മഴ പെയ്യാനുള്ള ലക്ഷണങ്ങളുണ്ടായിരുന്നു. അതിനാൽ തിടുക്കത്തിലാണ് രേവതിക്കുട്ടി വസ്ത്രങ്ങൾ പെറുക്കി മടക്കിക്കൊണ്ടിരുന്നത്. സ്നേഹനികേതനത്തിലെ അന്തേവാസികളുടെ ഉടുതുണികളാണ് അവ. രേവതിക്കുട്ടി അതെല്ലാം മടക്കിത്തീരാറായപ്പോഴേക്കും സിന്ധു പിന്നാമ്പുറത്തേക്ക് ഓടി വന്നു. ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ആരെ കാണാൻ? അതൊന്നും പറഞ്ഞില്ല. ചോദിക്കണ്ടേ കൊച്ചേ? സിന്ധു കാട്ടാക്കടക്കരിയാണ്. സാമ്പത്തിക പരാധീനത നിമിത്തം ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്തപ്പോൾ അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടവളാണ് സിന്ധു. അച്ഛനും അമ്മയും അനുജത്തിയും ഇളയ സഹോദരനും പോയി. ഒറ്റ ദിവസം കൊണ്ട് അനാഥയായതിന്റെ ഞടുക്കം ഇനിയും അവളുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ബന്ധുജനങ്ങളെ ചിലർ കൂട്ടിക്കൊണ്ടുപോയി കുറെ കാലം സംരക്ഷിച്ചു. അവരുടെ വീടുകളിൽ മാറി മാറി നിന്നു. സംരക്ഷിച്ചു എന്നതിനേക്കാൾ ഉപയോഗിച്ചു എന്നതായിരുന്നു ശരിയായ വാക്ക്. ഒരു വേലക്കാരിയുടെ ഒഴിവ് പലരും നികത്തി. ലൈംഗികമായും ചൂഷണം ചെയ്യപ്പെട്ടു. ഒടുവിൽ എത്തിപ്പെട്ടത് സ്നേഹനികേതനത്തിൽ. ഇവിടെ അവൾ സമാധാനമായി ഉറങ്ങുന്നു. സ്നേഹത്തിന്റെ പുതിയ വെളിച്ചത്തിൽ ഉണരുന്നു. അലീനയിൽ അവൾ തന്റെ അമ്മയെയും സഹോദരിയെയും അധ്യാപികയും കാണുന്നു. രേവതിക്കുട്ടിയിൽ അവളുടെ കൂട്ടുകാരികൾ ഒളിച്ചു കളിക്കുന്നു. നീ ബാക്കി കൂടി എടുത്ത് മടക്കിക്കൊണ്ടുവാ. രേവതിക്കുട്ടി സിന്ധുവിനെ പറഞ്ഞേൽപ്പിച്ചിട്ട് വേഗം പിൻവരാന്തയിൽ ചെന്ന് കയറി. അവതക്കുട്ടിച്ചാൻ എവിടെ പോയി എന്ന് ആലോചിച്ചുകൊണ്ട് അവൾ കിച്ചണിലൂടെ കയറി ഇറങ്ങി ഊൺമുറിയിലും ഗസ്റ്റ് റൂമും കടന്ന് മുന്നിലെ വലിയ വരാന്തയിലേക്ക് നീങ്ങി. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.